ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെയോ മെനങ്ങാന്നോ ഒന്നും എടുത്ത വീഡിയോ അല്ല. ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ സമയം കിട്ടിയില്ല, ഭയങ്കര ബിസിയായിരുന്നു. ഇത് പൊന്നൂട്ടി തൂങ്ങിക്കിടക്കുന്നത് ബസ്സിലൊന്നും അല്ല, നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോണത്. പുനലൂർ പോവുകയാണ്. ഏട്ടൻ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇതുവരെയും പുനലൂരോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഓണം കഴിഞ്ഞിട്ട് എല്ലാവർക്കും പനിയായി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണന്ന് ഫ്രീ ആയത്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വെച്ചു. ഉച്ച കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിലും കയറി തൊഴുത് വീട്ടിലും കയറിയിട്ട് വരാമെന്ന് വെച്ച് പോവുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ വൈകിട്ട് പുനലൂർ പോണത് എനിക്കത്ര ഇഷ്ടമല്ല. കാരണം അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ വീട്ടിലധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. വളരെ കുറച്ച് സമയം വീട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ ആണെങ്കിൽ നമുക്ക് അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വീട്ടിൽ വന്ന് കുറേ നേരം നിൽക്കാൻ പറ്റും. പൊന്നൂട്ടിക്കും അവിടെ ലച്ചുവും കാശിയും നന്ദുവും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവൾക്കും അവിടെ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ സമയമില്ല, സാഹചര്യമില്ല, അതുകൊണ്ട് ഇങ്ങ് വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലും കൂടെ കയറേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇനി ഓരോ ദിവസങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങിയതാണ്. ഏട്ടൻ ഇവിടെ കടയിലോട്ട് കയറി. ഏട്ടൻ അവിടെ നിന്നിട്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഫോട്ടോ ഏട്ടൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്തൊരാവശ്യത്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. പുല്ലൂരോട്ട് അമ്മ വീടെന്ന് പറയുമ്പം നമുക്ക് പുല്ലൂരാണ്. ആ ഒരു ഫീല് ഇവിടെ വരുമ്പം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഒത്തിരി മാറിയെന്ന് വെച്ചാൽ നമ്മുടെ കടയ്ക്കലും കാട്ടാമ്പള്ളിയൊക്കെ മാറിയതിനേക്കാളും പുനലൂർ ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ട് ഭയങ്കര മഴയത്തൊക്കെ വീട്ടിലോട്ട് കയറാൻ പാലമായിരുന്നു. ഇന്നിപ്പോൾ കോൺക്രീറ്റ് പാലമൊക്കെ വന്ന് പണ്ട് മറ്റേ മുളയുടെ കമ്പൊക്കെ വെട്ടി അങ്ങനെ, അതായത് കുഞ്ഞിലെ എൻ്റെ കൊണ്ടേ കുഞ്ഞിലെ അങ്ങനെയുള്ള പാലമൊക്കെ ആയിരുന്നു. അതിൽ കൂടെ കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പുല്ലൂർ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണം അവിടുത്തെ ഉത്സവമൊക്കെ വരുമ്പോൾ എല്ലാവരും കാണും. എല്ലാവരും കൂടെ നിരന്നാണ് തറയിൽ കിടന്ന് ഉറങ്ങുന്നത്. എനിക്ക് പേടിയായിരുന്നു. അവിടെ മാമനും അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ 3 പേരുടെ ഫോട്ടോ അവർ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഓറഞ്ച് ലൈറ്റും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓറഞ്ച് ലൈറ്റ്. രാത്രി കിടക്കുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങത്തേയില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഇവർ 3 പേരുടെ ഓറഞ്ച് ലൈറ്റാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു. പുനലൂർ കിടക്കാനും എനിക്കിഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അങ്ങനെ ഞാൻ ആ ഫോട്ടോ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങേ അറ്റത്തോട്ട് കിടക്കുമായിരുന്നു. എന്നാലും കണ്ണ് രാത്രി അവിടെ കിടക്കുമ്പോൾ ഞാൻ ഒരു 12 മണിയാകുമ്പോൾ ഞാൻ ഉണരും. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ഓറഞ്ച് ലൈറ്റിൻ്റെ പ്രകാശം ആ ഹാളിൽ എവിടെയെങ്കിലും കാണും. പക്ഷേ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. എന്നാലും എനിക്കിത് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അന്ന് ഈ 2 വീടുകളൊന്നും അല്ലായിരുന്നു. അന്ന് പഴയ വീടാണ്, അമ്മയുടെയൊക്കെ കുടുംബ വീടാണ്. അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പം പുളിഞ്ചിക്ക പിടിക്കുന്ന പുളിഞ്ചിയുടെ മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനുമാണ് ഉള്ളതിലേക്ക് ഏറ്റവും ചെറുത്. അതുകൊണ്ട് അങ്ങ് താഴോട്ട് ഇറങ്ങാൻ ഇവരാരും സമ്മതിക്കത്തില്ല. വലിയവരാരെങ്കിലും ഇറങ്ങി നമുക്ക് പുളിഞ്ചിക്ക പറിച്ച് തന്നാലേ ഉള്ളൂ. പക്ഷേ ഒരു വട്ടം എപ്പോഴോ കൊതിമൂത്ത് ഞാനും ഉണ്ണിക്കുട്ടനും ഇറങ്ങി അമ്മ ഞങ്ങളെ അടിച്ച് ശരിയാക്കി. ഞങ്ങൾ പുനലൂരൊക്കെ പോയിട്ട് വന്ന് വീട്ടിൽ കയറി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം കുറേ വട്ടം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇത്. ഞങ്ങൾക്ക് ഈ ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയൊരു ഓവനാണ്. ആ ഓവൻ പൊന്നൂട്ടിക്ക് ഇനാഗുറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ എങ്കിൽ ഇനാഗുറേറ്റ് ചെയ്തു. അങ്ങനെ റിബണൊക്കെ കെട്ടി പൊന്നൂട്ടി അടുത്ത റിബൺ കട്ട് ചെയ്യുകയാണ്. ഇന്നലെ നിങ്ങൾ പൊന്നൂട്ടി വേറൊരു റിബൺ കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് പൊന്നൂട്ടി വേറൊരു റിബൺ കട്ട് ചെയ്യുന്നത്. ഇതെനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത് ഒരു ദിവസം രാത്രി, ഓണത്തിന് ഒരു മാസം മുന്നേ ഒരു ദിവസം രാത്രി ഇവിടുത്തെ ഏതോ ഒരു ഷോപ്പിലെ 2 ആൺപിള്ളേർ വന്നിട്ട് ചോദിച്ച്, അനുരാഗിൻ്റെ വീടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. ഒരു 7:30-8 മണിയായി. അനുരാഗിൻ്റെ വീടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. അപ്പോൾ അമ്മ ചോദിച്ചു അല്ലേ. പിന്നെയാണ് അമ്മമാർ പെട്ടെന്ന് ബില്ല് നോക്കിയപ്പോൾ അനുരാഗല്ല അനുഗ്രഹമാണെന്ന് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു അനുഗ്രഹമില്ലേ. ഞാൻ പറഞ്ഞ അതെ, അത് ഈ വീട്ടിലേക്കുള്ള കൊറിയറാണ്. ഞാൻ പറഞ്ഞു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പം ആ 2 പയ്യന്മാരും കൂടെ ഈ ഓവൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്മാർക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് താത്തു വയ്ക്കണം. അവന്മാർ ഇതും കൊണ്ട് സിറ്റൗട്ടിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറല്ല, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഞാനും അമ്മയും പൊന്നൂട്ടി മാത്രമാണല്ലോ വീട്ടിൽ ഉള്ളത്. അപ്പോൾ അവന്മാർ പറഞ്ഞു ഇല്ല ചേച്ചി, ഇത് ഇവിടുത്തേക്കാണ്. ഞാൻ ചോദിച്ചു ആരും ഓർഡർ ചെയ്താൽ അതറിയാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ച ഏട്ടനായിരിക്കും, ഓണമായതിൻ്റെ ഏട്ടനായിരിക്കും. നല്ല ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു ഓവൻ മേടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഏട്ടൻ സത്യമായിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കത്തി ഉണ്ണിക്കുട്ടനും ജ്യോതിയും കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ ജ്യോതിയുടെ സിസ്റ്ററിൻ്റെ നമ്പർ. അപ്പം അവർ രണ്ടും കൂടെ അവളെ കൊണ്ട് മേടിപ്പിച്ചതാണെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ കുറേ വഴക്ക് വന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് അന്ന് അവൻ കൊടുത്ത് വിട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോഴേട്ടൻ വന്നിട്ടും ഒരു മാസം കഴിഞ്ഞ് ഇന്നാണിത് ഉപയോഗിക്കുന്നത്. പൊന്നൂട്ടി എന്തോ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നൂട്ടിയുടെ വിചാരം ഇത് വേറെന്തോ ടേസ്റ്റായിരിക്കും, വേറെന്തോ രൂപത്തിലായിരിക്കും കുക്ക് ചെയ്ത് വരുന്നത്, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പൊന്നൂട്ടി ഒന്നുമല്ല, നമ്മൾ സെയിം തന്നെ ആയിരിക്കും. പിന്നെ ടേസ്റ്റിൽ വ്യത്യാസം കാണും. ഓയിൽ ഒഴിച്ച് എടുക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിച്ചിട്ടില്ല. സത്യം പറയാമല്ലോ, ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. വീട്ടിൽ ഓവനില്ല. ഇന്ന് വരെയും ഓവൻ ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല.
അതുകൊണ്ടും കൂടിയാണ് എടുത്ത് വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നത്. അല്ലാതെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഏട്ടൻ എന്തായാലും വരുമല്ലോ, ഏട്ടനെ കൊണ്ട് നോക്കാം, നോക്കി പഠിക്കാം, അങ്ങനെയൊക്കെ വെച്ചേക്കുവാണ്. പിന്നെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ഇപ്പോഴാണ് ഏട്ടൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. പെട്ടെന്ന് മസാല ഇട്ട് വെച്ചതാണ്. ഒരു അരമണിക്കൂർ പോലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ല. ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്നാൽ ഏകദേശം നല്ല സെറ്റായി കിട്ടും. ഇത് അത്രയൊന്നും വെക്കാൻ പറ്റിയില്ല. എന്തായാലും ഏട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന് പൊന്നൂട്ടി അത് ഭയങ്കര സംഭവം കാണുന്നതാണ്. പൊന്നൂട്ടി കുറേ ഷോയൊക്കെ ഇറക്കി ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ നോക്കിക്കൊണ്ട്. ഈ പൊന്നൂട്ടി ഉണ്ടല്ലോ, ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊന്നൂട്ടി മരിക്കും. പൊന്നൂട്ടി ഏത് വീട്ടിൽ നിന്നും ചിക്കൻ ഉണ്ടാ ഈ കാണുന്നവരും കേൾക്കുന്നവരും മേടിക്കും. പൊന്നൂട്ടിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനാണെങ്കിൽ പൊന്നൂട്ടി ഫുഡ് കഴിക്കും. പൊന്നൂട്ടി ചിക്കൻ ഭയങ്കര കഴിപ്പാണ്. മന്തി എന്ത് വേണമെന്ന് നമ്മൾ വെറുതെ ചോദിച്ചാൽ പറയും മന്തി ബിരിയാണി. ആ മന്തി ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഉരുള എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ പോലും അവൾ കഴിക്കത്തില്ല. അവൾക്ക് മന്തി ബിരിയാണി വാങ്ങിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം മയണൈസ്. അത് ആ റൈസിനകത്ത് ഒഴിച്ച് അവൾക്ക് കഴിക്കണം. പക്ഷേ ഞാൻ അങ്ങനെ മയണൈസ് കൊടുക്കത്തില്ല. മന്തി ബിരിയാണി കേൾക്കുന്നവരെല്ലാം മെനും കൊച്ചിന് മന്തി ബിരിയാണി ഇഷ്ടമായിരിക്കും, കഴിക്കുക. 2 വാ അല്ലെങ്കിൽ 3 വാ, അതിൽ കൂടുതൽ ഒരു സാധനവും കഴിക്കത്തില്ല. എല്ലാം കഴിക്കുന്ന പോലെയുള്ളൂ മന്തി ബിരിയാണി. പക്ഷേ എവിടെയെങ്കിലും ചെന്നാൽ അമ്മ മന്തി ബിരിയാണി, അമ്മ മന്തിക്കട, അമ്മ മന്തിയുടെ ഫോട്ടോ, ഇതാണ് പറഞ്ഞത്. ഏട്ടൻ വന്നതിൻ്റെ പിറ്റേ ദിവസം മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പൊന്നൂട്ടിയും കൊണ്ട് ഞങ്ങൾ വെഞ്ഞാറമ്മൂട് സഹർ മന്തിയിൽ പോയി. പൊന്നൂട്ടി അച്ഛാ മന്തി കഴിക്കുന്നത് ഭയങ്കര സംഭവത്തിൽ കയറിയത്. അപ്പോൾ ഏട്ടന് മേടിച്ച് ഇവൾ കഴിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു ഒരു പ്രതീക്ഷയും വേണ്ട, ഇവൾ കഴിക്കത്തില്ല. വാങ്ങിച്ചു കൊടുത്ത് 2 വായാണ് കഴിച്ചത്. ദേഷ്യം വന്നു. അത് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്നോ അതിൻ്റെ തലേന്ന് അങ്ങോട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നു, ഞാൻ കഴിച്ചോളാം. അന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടും സെയിം അവസ്ഥയായിരുന്നു. 2 വാ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മയോണൈസ് എടുത്ത് കുടിക്കണം. മയോണൈസ് ആണെങ്കിൽ ഒട്ടും ഹെൽത്തി അല്ലാത്ത സാധനം ആയതുകൊണ്ട് ഒട്ടും കൊടുക്കത്തില്ല. അതിൻ്റെ കലിയുണ്ട് അവൾക്ക്. പൊന്നൂട്ടി അങ്ങനെ ചിക്കനൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അമ്മ ഈ പരിസരത്ത് വന്നില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് അറിയത്തില്ല, അതുകൊണ്ട് അമ്മ മാറി നിന്ന്. എനിക്കും അറിയത്തില്ല, എനിക്ക് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. പൊന്നൂട്ടി ഒരു 40 മിനിറ്റോളം സമയം എടുക്കുമെന്ന് ഏട്ടൻ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പൊന്നൂട്ടി അവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കണം. കുറേ നാളുകൊണ്ട് ഈ സൈക്കിൾ എടുക്കാറില്ലായിരുന്നു. കൊണ്ട് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഇവൾ സൈക്കിളിൽ കയറിയിരുന്നപ്പോൾ അതിൽ കടന്നലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് 1-2 കുത്ത് കാലിൽ കിട്ടി. ഏകദേശം 2 മാസത്തോളം അങ്ങ് വീട്ടിലായിരുന്നു. ആ സമയത്ത് സൈക്കിളൊന്നും എടുക്കാതില്ലാത്തതുകൊണ്ട് കടന്നൽ കൂട് വെച്ചതാണ്. അതിനുശേഷം സൈക്കിൾ എടുത്തിട്ടില്ല. ഇപ്പോൾ പിന്നെ അവൾ അച്ഛൻ വന്നപ്പോഴാണ് സൈക്കിള് എടുത്ത് ചവിട്ടി തുടങ്ങിയത്. ഇത് ഒരു ഹാഫ് കുക്ക്ഡ് ആയെന്ന് തോന്നുന്നു. മസാല ഞാൻ പറഞ്ഞില്ല, മസാല ഒട്ടും സെറ്റായിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു 40-45 മിനിറ്റൊക്കെ എടുത്തപ്പോഴത്തേന് ഏകദേശം സെറ്റായി കിട്ടി. അങ്ങനെ കുക്കുംബറും ക്യാരറ്റും കൂടെ ഇട്ട് ചെറിയൊരു സാലഡൊക്കെ സെറ്റ് ചെയ്തു. ഏട്ടൻ മേടിച്ചിട്ട് വന്ന താഴേന്ന് ഇടിയപ്പം, രാവിലത്തെ ഇടിയപ്പമാണ്. പൊറോട്ടയും ഏട്ടൻ വാങ്ങിച്ചു. പൊന്നൂട്ടിക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞ് പൊറോട്ട മേടിച്ചു. ഞാൻ പൊറോട്ട കഴിച്ചു, പൊന്നൂട്ടി പൊറോട്ട കഴിച്ചു, ഏട്ടൻ ഒറൊട്ടി കഴിച്ചു. അമ്മയ്ക്ക് ഇതൊന്നും വേണ്ട. അമ്മ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്ന് വെച്ചിട്ട് അമ്മ 1-2 പീസ് ചിക്കൻ എടുത്തു. രാവിലത്തെ ഇടിയപ്പം എടുത്ത് അമ്മ കഴിച്ചു. ആ ചിക്കൻ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും അതിനകത്ത് മസാല സെറ്റായില്ല. കാരണം പൊന്നൂട്ടിക്ക് എരി ഉണ്ടെങ്കിൽ പൊന്നൂട്ടി കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും കുറച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റൂ. ഇത് ഇന്നലെ എടുക്കുന്ന വീഡിയോയാണ്. ഇന്നലെ സൺഡേ ആയിട്ട് സത്യം പറഞ്ഞാൽ മെനഞ്ഞാന്ന് രാത്രിയല്ല, ഉച്ച കഴിഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞ് സിനിമയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ച് ഷൈൻ നിഗത്തിൻ്റെ ബാൾട്ടിയോ ആ ഒരു മൂവി നോക്കിയപ്പോഴത്തേക്കും സെക്കൻഡ് ഷോയും ഉള്ളായിരുന്നു. അമ്മ സിനിമയ്ക്കൊന്നും വരത്തില്ല. അതുകൊണ്ട് സെക്കൻഡ് ഷോ എടുക്കുമ്പോൾ പിന്നെ ലേറ്റാവും, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പൊന്നൂട്ടിക്കും വരണം. പൊന്നൂട്ടി അന്ന് മൊത്തം കിടന്ന് കരഞ്ഞ് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്നത്തേക്ക്, അതായത് ഇന്നലത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഷോയ്ക്ക് എടുത്ത്. അതാകുമ്പോൾ 9:30-10 മണിയാകുമ്പോൾ വീട്ടിൽ വരാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്നലെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഒത്തിരി ഗസ്റ്റുകളെ മിസ് ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും സൗമ്യ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. സൗമ്യ ചേച്ചി പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ചേച്ചി ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സന്ധ്യ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ മിസ് ചെയ്തു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. അത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. പൊന്നൂട്ടി ഇന്നലെ തൊട്ടിരിക്കുവാണ്, അമ്മ എപ്പോഴാണ് പോണേ. ഇന്നിപ്പോൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവൾ വന്നിട്ടും പറഞ്ഞ് അമ്മ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു മക്കളെ ഇപ്പോഴല്ല, വൈകിട്ടാണ് 6:30ക്കാണ് ഷോ എന്ന് പറഞ്ഞത്. അപ്പോഴേ കിടന്ന് കരച്ചിലും ബഹളം. അമ്മ പറ്റിക്കുവാണ്, അമ്മ അച്ഛനോട് എന്നെ പറ്റിക്കുവാണ്, എന്നെ എങ്ങും കൊണ്ടുപോകത്തില്ല, എല്ലായിടത്തും നിങ്ങൾ രണ്ടും കൂടെയാണ് പോണത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി അവളുടെ അടുത്ത് നമുക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഗസ്റ്റുകളെ മിസ് ചെയ്ത് നമ്മളിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. പൊന്നൂട്ടി അങ്ങനെ വണ്ടി കയറി കുറച്ച് കഴിയുമ്പോൾ പൊന്നൂട്ടി ഉറങ്ങി. ആറ്റിങ്ങൽ ഡ്രീംസിലാണ് വന്നത്. അവിടെ അത്യാവശ്യം നല്ലൊരു തിയേറ്ററാണ്. ഏട്ടനും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇനി ആറ്റിങ്ങലോട്ടൊക്കെ വന്നത്. ഇല്ലെങ്കിൽ നല്ല പടങ്ങളൊക്കെ വന്നാൽ ഞാനും അമ്മയും പൊന്നൂട്ടിയും കൂടെ കാണാൻ പോകാറൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അത് ഞങ്ങൾ വെഞ്ഞാറമ്മൂട് സിന്ധുവിലാണ് പോണത്. അതൊരു പഴയ തിയേറ്ററും വേറൊരു വൈബാണ്. ഇവിടെയൊക്കെ വേറൊരു വൈബാണ്. ഇവിടെ നല്ല ചുമന്ന ചെമ്പകം പൂത്തിയിരിക്കുന്നുണ്ട്. ഒരു പൊന്നൂട്ടിയുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഒറ്റ ചെമ്പകമരം അവിടെ ഉള്ളൂ. പൊന്നൂട്ടിയുടെ ആ ഡ്രസ്സും ആ ചെമ്പകമരവും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഫോട്ടോ
കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്കൊക്കെ കയറുവാണ്. പൊന്നൂട്ടി സ്ഥിരമായിട്ട് സിനിമയ്ക്ക് വരുന്ന സിനിമ കാണാനൊന്നും അല്ല, ലേസ് എടുക്കാനും ഫ്രൂട്ടി വാങ്ങിക്കാനാണ്. അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.